സിംഹക്കുട്ടിയുടെ കൂട്ട് ഈ ഇടനീട്ടം കണ്ടോ? ഇവിടെ ഈ രണ്ട് വശം നോക്ക്. ഇത് കണ്ടോ? ഇത് എടുപ്പ് കണ്ടോ? ഇത് കണ്ടോ? സിംഹത്തിന്റെ കൂട്ടുള്ളൂ. അത് ഒറിജിനൽ തള്ളയുടെ ഒറിജിനൽ മക്കളായിരിക്കണം. വെള്ളം പോലല്ല. ഇത് കണ്ടില്ലേ? കുഴച്ചങ്ങ് വെച്ച് കൊടുക്കത്തേ ഉള്ളൂ. അല്ല, 1 മാസം കഴിഞ്ഞു. പിന്നെ കളന്ന് കണ്ടില്ലേ? പാക്കളെ ചേക്കാൻ്റെ വരുന്ന അതിനെ കാണിച്ചു തരാം. ആ വേലിയാട്, വേലിയാട കേട്ടില്ലേ? കറക്റ്റ് വേലിയാട്. ആ ക്രോസ് ചെയ്തിട്ടേക്കോ. ഷേക്കാൻ തന്നെ, ഷേക്കാൻ തന്നെ കണ്ടോ? വേലിയാടാ. ഷേക്ക് ചെയ്താ ഈ കൈ. ആ ആ ഷേക്കാൻ. ഓക്കെ ഓക്കെ. കളർ വേണ്ടോ? ഉണ്ടോ? ആ ആ ആ ഓക്കെ ഓക്കെ. വേറെ ആ പഠിപ്പിക്കുന്നു. അന്നൊന്നും ഞാൻ കാണിച്ചിട്ടില്ലല്ലോ. ഇത് മലബാറി ഒരു പിന്നെ കൊല്ലംകാർ ഫ്രീ ആയിട്ട് തന്നാ പോറ്റിമാർ. മലബാറിയാ കണ്ടോ? ഒറിജിനൽ മലബാറിയായി സാധനം. വളഞ്ഞ പ്രായമുണ്ട്. പോറ്റിമാർ കൊണ്ട് തന്ന ചുമ്മാ ഫ്രീ ആയിട്ട്. അവിടെ മോളാ ഇപ്പൊ ക്രോസ് ചെയ്ത ഒരു മോളായത്. ഇത് കണ്ടില്ലയോ? അതിന് നീട്ടായും കണ്ടോ? മലബാറിയുടെ മലബാറിയാന്ന് പറയൂ. ഇടനീളം, ഇടനീളം അതാ ഒറിജിനൽ. ഇനി അടുത്ത കണ്ട വലിയാട് വരും. അതെടുത്തോ. അത് വലിയ കറക്റ്റ്. അതാ വലിയാടാ. കണ്ടില്ലയോ? കറക്റ്റ് ആ കളറ്. അത് മരുന്നാ. അതിന്റെ പാല് മരുന്ന്, ഔഷധം. അതിന്റെ ഒരു കുട്ടി കൊണ്ട് വരും. എടുത്തോ. അമ്മമാര് പ്രസവിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാലിനെ ഇതിന്റെ പാല് കറന്ന് കൊടുത്തോണ്ടാണ്. 25,000 രൂപ വിലയാ ഒരു ആടിന്. പൊട്ടിക്ക് ഭയങ്കര നല്ല വിലയാവും. 4 മാസം കഴിയുമ്പോഴേ നല്ല വിലയാവും. ഏറ്റവും നല്ല ഗുണം. ഇത് ഓരോ മരുന്നിന് ഉപയോഗിക്കാം. ഇതിന്റെ മൂത്രം, ഇതിന്റെ മുട്ടനെ നമ്മുടെ ലേഹ്യത്തിനാവുണ്ടോ? മുട്ടനെ വേലിയാടിന്റെ മുട്ടനെ പണ്ട് ലേഹ്യത്തിന് വെട്ടുന്നു. അല്ല അല്ല അല്ല, എനോ. അതിന്റെ മുട്ടന് ഭയങ്കര വിലയാ. കിട്ടത്തില്ല. ലേഹ്യം ഉണ്ടാക്കാം. അതെ. ഇതുകൊണ്ട് ഈ മോനെ കൂടെ ഇവനെ കണ്ടോ? ഒരു കളറുണ്ടോ? ഇത് കളറുണ്ടോ? ഇത് ഭയങ്കര ഇതാ. ഇത് വളർന്നു വരുമ്പോ ഉണ്ടല്ലോ ഊട്ടിയാവും. സൂപ്പർ സാധനം. കൊടുക്കത്തില്ല, വിൽക്കാനല്ല. അതിനെ വിൽക്കത്തില്ല. അവർ രണ്ടുപേരും കൊടുക്കും. അവനെ കൊടുക്കും. അതെ, ആ കൊടുക്കില്ല. ഇനി നമുക്ക് മുട്ടന്മാരെ പരിചയപ്പെടാം. കരോളി. കരോളി നോക്ക്. ഗർഭിണിയാ. ഇത് കണ്ടില്ലയോ? ആഹാരം കഴിച്ചിട്ടിരിക്കുക. ആഹാരം കണ്ടിയോ കൊടുക്കുന്നേ? എല്ലാരും കൊടുക്കുന്നില്ലാന്ന്. മക്കളെ മാറേ. ഇത് കണ്ടോ? ഈ ഷെയ്ഡ് ഇതിങ്ങനെ മുറിയാതെ ഇവിടെ വന്നേക്കോ. ഇതാണ് കരോളി, ഒറിജിനൽ കരോളി. ആ അതെ. ഇത് കണ്ടോ? എന്നിട്ട് 2 ചുഴി. ഇതാണ്ട് ഇവിടെ നോക്ക്. കണ്ടോ? 2 ചുഴി. നമുക്ക് ചുഴി വരത്തില്ലേ ഇവിടെ പുറത്തൊക്കെ എന്ന് പറഞ്ഞ പോലെ ഒറിജിനൽ ലക്ഷണം. ആ പിന്നെ അതുപോലെ ഇത് കണ്ടില്ലേ? ആടിനെ കണ്ടില്ലേ? 3 വർഷം കഴിഞ്ഞ ആട് കഴിഞ്ഞ കണ്ടോ? അതാ ആട്. ഡേഞ്ചറാണ്. ഞാൻ വേണേ വന്ന് വിടാം. ഇല്ല, എന്നോട് ഇണങ്ങത്തില്ല. ചിലത് ഇണങ്ങത്തില്ല. ഒരു രക്ഷയില്ല. എന്നെ അടിക്കും. ഇത് 4 കളറായി. കൊമ്പിന് കൊമ്പ് കൈനീളം വരും. ഇത് ഡ്രില്ല് ചെയ്ത് കിഴിച്ച് ചങ്ങല ഇട്ട് മൂക്കും കുത്തിയേ കൊമ്പല്. അതെ. പിന്നെ മൂക്ക് കുത്തും. ഇവന് ഇടിക്കുന്നുണ്ട്. ഒന്നുകൂടെ നമ്മള് പറയുന്ന പോലല്ല. 1.5 വയസ്സ് കഴിഞ്ഞു. ആ മൈലം. ഫൈറ്റിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന. ആ ഇടിക്ക്. ഇപ്പൊ പെണ്ണാടിക്കുന്നുണ്ടോ ഒന്നും ചെയ്യാത്ത? അല്ലേ എന്ന് കൊന്നുകളി ഇത്. ആ വിട്ടുകാരാ. അപ്പൊ അറിയാം ട്രറാണ്ടോന്ന്. ഞാനങ്ങ് വിടാം. അതൊക്കത്തില്ല. പിന്നെ ഇത് സ്റ്റണ്ടിന് കൂട്ടുന്നു. ഞാനീ പുറകെ നിൽക്കുന്ന കമ്പനി പിടിക്കാൻ വേണ്ടിയാ. ഇങ്ങനെ ഈ പിടിച്ച് അത്താലും പിടില്ല. ഈ പിടി എടുക്കോട്ടെ, എടുക്കോട്ടെ. ഇതിനെ പറ്റില്ല. അത് കൊന്നുകളെ. അല്ലെ തമാശ പറയുന്നതല്ല, കാര്യമായിട്ട്. അതുകൊണ്ടല്ലേ അങ്ങനെ അഴിച്ചുവിടാത്ത. അല്ലേ ഞാൻ അങ്ങ് അഴിച്ചുവിടത്തേ ഉള്ളൂ. ഷെയറാബിറ്റ് ഇവിടെ മോനാ. ഇവിടെ മോനാ. ഇവിടെ മോനാ. ഇത് അമ്മയും മോനാ. ഇടയ്ക്ക് ഉണ്ടോ? ഹൈറ്റോ? പിന്നെ കുഞ്ഞല്ലേ? പിന്നെ കളന്ന് കണ്ടല്ലേ? ഉണ്ടോ? നോക്ക്. ഞാൻ
ഇടിക്കത്തില്ല കാര്യമായിട്ടൊന്നും ഉപദ്രവിക്കത്തില്ല. ഉപദ്രവിക്കുന്നില്ല. ഇല്ല ഇല്ല ഇത് ഉപദ്രവിക്കത്തില്ല. പോരെ അടുത്തൊന്നും. ഇവരുടെ പ്രത്യേകത എന്തുവാ? ഇത് ഷേരാബിറ്റ് ഇതിനെ നല്ല പാലുള്ള ആടല്ലേ. അത് ഭയങ്കര വളർച്ച വെള്ളം ആടാ. ഭയങ്കര ഇതാകും. ഹൈറ്റും ഇത് നീട്ടായോ ഹൈറ്റും. ഇത് കണ്ടില്ലേ പ്രായം തോന്നിക്കും കൊമ്പേല്. പക്ഷെ ഇല്ല പല്ല് കാണിച്ചേരാ. ഇപ്പൊ 1 വയസ്സാകാൻ പോകുന്നേ ഉള്ളൂ. ഇങ്ങോട്ട് തിരിഞ്ഞു അവിടെ കടാ കടൻ ചാടുന്നു. കണ്ടോ 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 പല്ല് നോക്കിയാ പ്രായം പറഞ്ഞു. അറിയാം അറിയാം. അതെങ്ങനെ അറിയാൻ പറ്റും? പല്ലല്ല അറിയാം. നമ്മുടെ പല്ല് പോലെ വരും. മനുഷ്യന്റെ പല്ല് കുഞ്ഞിലെ പ്രസവിക്കുമ്പോ എങ്ങനെ ഇരിക്കും അപ്പൊ അതുപോലെ ഇരിക്കും. അവിടെ ഷേരാബീറ്റിലെ മോനാ. കൊടുക്കത്തില്ല. നമ്മൾ കൊടുക്കാനുള്ളതല്ല. ഓ ഇപ്പൊ കൊടുത്താൽ കിട്ടുമല്ലോ 50,000 രൂപ. ആ മറ്റേ ഒരു ഗോൾഡ് മണി ഉണ്ടായിരുന്നു 35,000 രൂപയ്ക്കാണ് കൊണ്ടുപോയി. 1 വയസ്സായതേ ഉള്ളൂ. കൊട്ടാരക്കരയാ കൊണ്ടുവന്നേ ക്രോസിങ്ങിന്. എപ്പോഴും കൊണ്ടാ വീട്ടിൽ. സിംഹം വരും. സുരോഗി 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 ഇവിടെ ജനിച്ച മോന. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ജനിച്ച മോനെ ഇതുപോലെ ആക്കി തരാൻ ഞാൻ ചുമ്മാ കൊടുത്തേക്കാം. 110 കിലോ ഉണ്ട്. ഇപ്പൊ ചെറിയ കുറച്ചു വെയിറ്റ്. ഓ നമ്മുടെ കയ്യിലെങ്കിലും നിൽക്കത്തില്ല. മെയിൻ ക്രോസ് ചെയ്യുന്ന ആളാ. ഇത് കണ്ടില്ലേ ആടിനെ കണ്ടില്ലേ? ഇതിന്റെ ഈ സിംഹക്കുട്ടിയുടെ കൂട്ട് ഈ ഇടനീട്ടം കണ്ടോ? ഇവിടെ ഈ 2 വശം നോക്ക. ഇത് കണ്ടോ? ഇത് എടുപ്പ് കണ്ടോ? ഇത് കണ്ടോ? സിംഹത്തിന്റെ കൂട്ടുള്ള അത് ഒറിജിനൽ തള്ളയുടെ ഒറിജിനൽ മക്കളായിരിക്കണം. അല്ല കിട്ടത്തില്ല. ഒക്കെ ഒറിജിനൽ. ഇത് രാജസ്ഥാനി അണ്ടു എന്ന് പറയും. അണ്ടു 1,00,000 രൂപ വില അവിടെ കിട്ടും. അണ്ടു. പിന്നെ അണ്ടു എന്നാ പറയുന്നത് അവിടെ. ഇതാ ക്വാളിറ്റി. പുറത്ത് കയറി ഇരിക്കണ്ടേ? കണ്ടോ പരാന്താന്ന് പറയും. കണ്ടോ കണ്ടോ? വെയിറ്റ് ഇല്ലാത്ത ആടെ പുറത്ത് കയറി ഇരിക്കാൻ പറ്റുമോ എനിക്ക്? കണ്ടോ നോക്ക്. 110 കിലോ ഉണ്ട്. നോക്ക്. എനിക്കൊരു 60 കിലോയിലും കാണത്തില്ല. നോക്ക്. കണ്ടോ? കാല് നേരത്ത് കുത്തിയിട്ടില്ല. നോക്കിക്കോ. ഇങ്ങനെ ആട് ഇതിന്റെ പുറത്ത് കയറിയിരിക്കാൻ നല്ല കാര്യം ചെയ്യണം. വേറെ മുട്ടരാൻ നേരത്ത് ഇരിക്കും. എന്റെ വെയിറ്റ് കൂടെ ആകുമ്പോ അതുപോലെ താങ്ങാനുള്ള കപ്പാസിറ്റി. ഈന്തപ്പഴം വെള്ളാം പരിപ്പാ കൊടുക്കുന്നത്. കഴിക്കാൻ വെള്ളാം പരിപ്പ് കഴിക്കാൻ. അല്ല ഇവിടെ അതില്ല. ഒരു പരിപാടിയല്ല. വെള്ളാം പരിപ്പ് മാത്രമേ ഉള്ളൂ. മുട്ട മീനെണ്ണ ഇങ്ങനൊന്നും വകയില്ല. പിന്നെ ടോണിക്ക് വില മരുന്ന് 3 മാസം കൂടുമ്പോ വില വരുന്നു എല്ലാവർക്കും. ഇല്ല ഗർഭിണി ആടിന് ഒഴിച്ച്. തവിടും ജലസീപ്പുണ്ടാക്കും. കൊപ്ര അത് ഒറ്റ നേരേ ഉള്ളൂ. ഇന്ന് താമസിച്ചു പോയി. ഇല്ല ഇല്ല എടുത്തോ താമസിച്ചു പോയി. ഒറ്റ നേരം കുഴച്ചതുപോലെ. ഇപ്പൊ മുട്ടന്മാർക്കെല്ലാം വേറെ ഇപ്പൊ കോരിക്കൊടുക്കും. വെള്ളം പോലല്ല. ഇത് കണ്ടില്ലേ? കുഴച്ചങ്ങ് വെച്ചു കൊടുക്കത്തേ ഉള്ളൂ. ഇത് മുട്ടന്മാർക്ക് കയറി കൊടുക്കും. ബാക്കി മൊത്തം ഇവിടെ കുഴച്ച് വെക്കത്തേ ഉള്ളൂ. ഇത് മുട്ടന്മാർക്ക്.
കൊടുക്കാൻ താമസിച്ചു പോയി